എൻ്റെ പേര് ബോണിയ സിറിയക്. ഞാൻ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പുന്നവേലി ഇടവകാംഗമാണ്. എനിക്ക് മാതാവ് നൽകിയ ഈശോവരി മാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 സെപ്റ്റംബർ 12 ഞാനൊരു CA ഇൻ്റർ വിദ്യാർത്ഥിനിയായിരുന്ന സമയത്താണ് ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് പരീക്ഷാ ദിവസങ്ങളിൽ വരുന്ന ഭയങ്കരമായ ഭയമായിരുന്നു. എക്സാമിൻ്റെ രാവിലെ എനിക്ക് വോമിറ്റിങ്ങും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ എക്സാമിന് വീട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടാണ് എക്സാം എഴുതിച്ചുകൊണ്ടിരുന്നത്. അത് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എനിക്കൊരു അസ്വസ്ഥതയായിരുന്നു. അത് മാറാൻ വളരെയേറെ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും എനിക്കത് സാധിച്ചില്ല. പക്ഷെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത ആ ദിവസം ഒരു സ്വിച്ച് ഇട്ട പോലെ എൻ്റെ ആ ഭയം മാറി. എനിക്ക് പരീക്ഷാ ഭയം പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല. പല പരീക്ഷകൾ പിന്നീട് എഴുതിയിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ ഞാനൊരു ഭയങ്കര സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു ഭയവും കൂടാണ്ടാണ് ഞാൻ എക്സാം പോകുന്നതും പ്രിപ്പയർ ചെയ്ത് എഴുതുന്നതും. അങ്ങനെ ഞാൻ CA ഇൻ്റർ എക്സാം എഴുതി ആ അറ്റംപ്റ്റിൽ മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് 2 ഗ്രൂപ്പും നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ സാധിച്ചു. പിന്നീട് എൻ്റെ CA ഫൈനലിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് എനിക്ക് ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. എനിക്ക് അത് എൻ്റെ മനസ്സിൽ നിൽക്കുകയോ എനിക്കത് പഠിച്ചെടുക്കാനോ സാധിച്ചിരുന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ കൂടെ ഇരുന്ന് എന്നെ പഠിപ്പിക്കുകയും എൻ്റെ എക്സാം ഹോളിൽ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ചെവികളിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ തരികയും ചെയ്തു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് എക്സാം ഹോളിൽ കയറുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ പോലും എനിക്ക് ഓർമ്മയിൽ നിന്നിരുന്നില്ല. ഞാനത് മറന്നു പോകുമായിരുന്നു. പക്ഷേ അതിന് ശേഷം ഇന്നേ വരെ എനിക്ക് ആ മറവി ഉണ്ടായിട്ടില്ല. എക്സാം ഹോളിൽ കയറി കഴിയുമ്പം എവിടെ നിന്നാണ് എനിക്ക് ഉത്തരം വരുന്നതെന്ന് അറിയില്ല. അതുപോലെ ശക്തമായ രീതിയിൽ എൻ്റെ ചെവിയിൽ ഒരാൾ ഉത്തരം പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ എഴുതണം, എങ്ങനെ എഴുതണം എന്നതെല്ലാം മാതാവ് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അത് പഠിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ CA ഫൈനലിൻ്റെ എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്ന അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വാങ്ങിച്ചിരുന്നു. കൈവപ്പ് ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു കാശുരൂപം വെഞ്ചരിച്ച് തന്നിരുന്നു. ആ വെഞ്ചരിച്ച് തന്ന കാശുരൂപം ഞാൻ എൻ്റെ സ്റ്റഡി മെറ്റീരിയലിനുള്ളിൽ വെച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയതിന് ശേഷമായിരുന്നു പഠിക്കാനിരിക്കുന്നത്. എൻ്റെ ഒരു ദിവസം എന്നും ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടാണ്. എത്രയേറെ പഠിക്കാനുണ്ടെങ്കിലും പഠിച്ച് തീർന്നില്ലെങ്കിലും ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കിയിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് ശേഷം ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും വിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ പങ്കാളിത്തത്തിലൊരു മാറ്റം വരികയും ചെയ്തു. നേരത്തെ അത്ര തീവ്രമായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയുടെ കുരിശുമരണവും പീഡാനുഭവവും ഉത്ഥാനവും അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ നേരത്തെ കൊന്ത ചെല്ലുമ്പോഴാണെങ്കിലും എത്രയും വേഗം തീർക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ കൊന്ത ചൊല്ലി തീർക്കുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി കൊന്തയൊക്കെ ഞാൻ കൈ വിരിച്ച് കൊന്ത ചെല്ലുമായിരുന്നു. ദിവസം 2ഉം 3ഉം കൊന്തയൊക്കെ ചെല്ലുന്നതിന് എനിക്കൊരു മടിയുണ്ടായിരുന്നില്ല. അതിനുശേഷം മാത്രം ഞാൻ പഠിക്കാനിരിക്കുകയുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അറ്റംപ്റ്റിൽ എൻ്റെ ഞാൻ പാസ്സായ 2 ഗ്രൂപ്പും 2 അറ്റംപ്റ്റുകളിലായിട്ടാണ് ഞാൻ എഴുതി പാസ്സായത്. അപ്പോൾ ആ 2 അറ്റംപ്റ്റുകളിൽ മാതാവിൻ്റെ വലിയൊരു ഇടപെടലുണ്ടായിരുന്നു. അതിൽ ഒരറ്റംപ്റ്റിൽ എനിക്ക് എക്സാം ഹോളിൽ കയറി അവസാനത്തെ പരീക്ഷ എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായൊരു തലവേദന വന്നു. എക്സാം ഒരിക്കലും എഴുതി തീർക്കാൻ പറ്റത്തില്ല, തീരാണ്ട് എഴുതി ഇറങ്ങേണ്ടി വരും എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഞാൻ ഉടമ്പടി ഉപ്പും അതുപോലെ തന്നെ തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശുരൂപം മുറുകെ പിടിക്കുകയും ചെയ്തതിന് ഫലമായിട്ട് എനിക്ക് ആ എക്സാം എഴുതാനും ആ അറ്റംപ്റ്റിൽ എനിക്ക് ആ ഒരു ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്യാനും സാധിച്ചു. ആ ഗ്രൂപ്പ് ഞാൻ പാസ്സാവുന്നുള്ളതിനൊരു അടയാളം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു. മാതാവിൻ്റെ 2 കരങ്ങളിലായിട്ട് എൻ്റെ 2 പേപ്പർ എൻ്റെ ഫേസിങ് ഷീറ്റ് ഇരിക്കുന്നതായിട്ട് ഞാൻ വ്യക്തമായിട്ട്
വ്യക്തമായിട്ട് ദർശനത്തിലൂടെ കണ്ടു. ശേഷം അടുത്ത ഗ്രൂപ്പിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞപ്പം ഞാനിവിടെ അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ എൻ്റെ സെപ്റ്റംബറിൽ എൻ്റെ എക്സാം എഴുതിയിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, സെപ്റ്റംബർ മാസം മാതാവേ നിൻ്റെ ബർത്ത്ഡേ ആണ്, നവംബർ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്, അത് എൻ്റെക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നീ എന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നവംബർ 3 എൻ്റെ റിസൾട്ട് വന്നു. ഞാനൊരു CA കാരിയായി. ഇത് മാതാവിൻ്റെ വലിയൊരു കരുതലും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് പാസ്സാവാൻ സാധിക്കാതിരുന്ന കാര്യം അമ്മയുടെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരികയില്ല എന്നല്ല, വരും. പക്ഷെ അതിനെ തരണം ചെയ്യാനുള്ളൊരു ശക്തി, അതിനുള്ളൊരു കൃപ നമുക്ക് മാതാവ് നൽകും. നമ്മുടെ കൂടെ ഒരാളുള്ള പോലത്തെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഞാൻ വളരെയേറെ സങ്കടം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഈശോയെ നീ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരുന്നപ്പം രക്തം ഉയർത്തപ്പം നീ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ ഒരു മാലാഖേനെ എനിക്ക് വേണ്ടി അയക്കണേ, എന്നെ ശക്തിപ്പെടുത്താൻ. അതുപോലെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, ദൈവമേ എൻ്റെ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തു നിന്നൊരു ദൂതനെ എനിക്ക് വേണ്ടി അയക്കണമേ. അതുപോലെ തന്നെ ഈശോയുടെ കുരിശൻ ചുവട്ടിൽ എല്ലാം തകർന്നു നിന്നപ്പോൾ ഈശോയുടെ ചോരയിൽ ചവിട്ടി നിന്നവളാണ് അമ്മ. അമ്മ എളിമപ്പെട്ട് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചവളാണ്. അതുപോലെ എന്നെയും ദൈവമേ നിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുവാനുള്ള ക്രമപ്പെടുത്തണമേ, എന്നെ എളിമപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ എപ്പോഴും തിരുത്തുവാൻ ശ്രമിച്ചിരുന്നു. കുറേയും കൂടി എളിമപ്പെടുവാനും അതുപോലെ തന്നെ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും ഉള്ളൊരു വലിയ കൃപാവനം ലഭിച്ചു. അങ്ങനെ CA പാസ്സായതിനു ശേഷം ഞാനൊരു ജോലിക്ക് വേണ്ടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ തലേന്ന് എനിക്കൊരു കോൾ വന്നു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും തേനും മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപവും മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ സാധിച്ചു. ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോഴും എൻ്റെ ചെവികളിൽ എൻ്റെ നാവിനുണ്ടായിരുന്നൊരു തടസ്സം അതെനിക്ക് മാറുന്നതായിട്ട് നല്ലപോലെ ഫീൽ ചെയ്തു. എനിക്ക് പ്രസൻറ്റേഷനായിരുന്നു എൻ്റെ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു, ഒരു തടസ്സവും കൂടാതെ. ഒരാൾ ചെവിയിലിരുന്ന് എങ്ങനെ പറഞ്ഞിരുന്നോ അതുപോലെ നല്ല രീതിയിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഞാൻ പങ്കെടുത്തു. രണ്ട് ഇൻ്റർവ്യൂവും പാസ്സായി. എനിക്ക് മാതാവ് ഡിസംബർ 5 നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. മാതാവും ഈശോ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത് ആൾക്കാർ ഒരുപാട് കൂടുന്ന പള്ളികളിൽ പോയിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവർത്തികളാണെങ്കിലും നമ്മുടെ കുടുംബത്തിനുള്ളിലും പുറത്തും അനാഥാലയങ്ങളൊക്കെ എന്നാലാവും വിധമുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ എളിമപ്പെടുവാനും നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ മാതാവ് നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ മാതാവും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 34 5 മുതൽ 7 വരെ തിരുവചനങ്ങൾ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ബോണിയ സിറിയക് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ 2 അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുവൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കോഴ്സ് മകൾ പഠിക്കുകയായിരുന്നു. ഏറെ ക്ലേശമുള്ള ഒരു പഠനമാണത്. വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് മാത്രം വിജയമുള്ള ഒരു പഠനം. ആ പഠനത്തിൻ്റെ നാൾവഴികളിൽ അമ്മ മാതാവ് മകളെ കരം പിടിച്ച് നടത്തിയത് ക്ലേശമെന്ന് മകൾ കരുതിയ ഓരോ അവസരത്തിലും ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഓരോ പരീക്ഷകളും മകൾക്ക് വിജയമാക്കി നൽകിയത്. ആ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അല്പം പോലും സമയം കളയാതെ ആ കോഴ്സ് പൂർത്തീകരിച്ചെടുക്കുവാൻ മകളെ സഹായിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ സവിശേഷമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതം വളരെ സാരമായ തോതിൽ വ്യത്യാസപ്പെടുത്തിയത് ഉടമ്പടി ജീവിതമാണ്.
ഒരു വളരെ ചെറുപ്പമുള്ള മകള് അവരുടെ യൗവനകാലത്ത് കർത്താവിനെ കണ്ടെത്തുവാൻ, കർത്താവിൻ്റെ പീഡാസഹനത്തോടും മരണത്തോടും ഉത്ഥാനത്തോടും ചേർത്ത് തൻ്റെ ജീവിതത്തെ വിശ്വാസത്തിന് സമർപ്പിച്ചുകൊണ്ട് ബലി അനുഭവമാകും വിധം ജീവിക്കുവാൻ, ഓരോ നന്മ പ്രവൃത്തികളിലേക്കും തീഷ്ണമായി ഇറങ്ങിച്ചെല്ലുവാൻ, അതോടൊപ്പം ചൊല്ലുന്ന ജപമാലയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതൊരു യാന്ത്രികമായ പ്രാർത്ഥനയല്ല, ദൈവാനുഭവത്തിൻ്റെയും രക്ഷാകര ദൗത്യങ്ങളുടെയും പ്രാർത്ഥനയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ പങ്കുചേരുവാൻ മകൾക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങളെ പ്രത്യേകമായിട്ട് ഈ വിജയത്തിനൊപ്പം മകൾ ഏറ്റുപറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതം സമഗ്രമായി തന്നെ ശുദ്ധീകരിക്കുന്നതും കാഴ്ചപ്പാടുകൾക്ക് വ്യക്തമായ അനുഗ്രഹങ്ങൾ നൽകുന്നതുമാണ്. മകൾ പറയുന്നുണ്ട്, എൻ്റെ പഴയ ജീവിതത്തിൽ നിന്ന് എന്നെ ആകെ മാറ്റിക്കൊണ്ട് ഈശോയെ വ്യക്തിപരമായി സ്നേഹിക്കുവാൻ, അമ്മ മാതാവിനോട് ഏറ്റവും അടുപ്പത്തിൽ എനിക്ക് സംസാരിക്കുവാൻ എന്നെ സഹായിച്ചത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. അതിൻ്റെ സംരക്ഷണം മകൾക്ക് അത്യാവശ്യ നേരങ്ങളിൽ കിട്ടിയിരുന്നു. മകൾ പറഞ്ഞു, ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ തന്നെ എൻ്റെ കഴിവുകളെല്ലാം അപ്രസക്തമാകുന്നു, എനിക്ക് ഒന്നും എഴുതുവാൻ പറ്റാത്ത വിധം ഞാൻ അശക്തയാവുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അമ്മ മാതാവും ഈശോയും എന്നെ സഹായിക്കുകയും എൻ്റെ ചെവികളിൽ ആരോ പറയുന്നത് പോലെ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും, ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നാവിനൊരു തടസ്സമില്ലാത്ത വിധം സംസാരിക്കുവാൻ എൻ്റെ നാവുകളുടെ കെട്ടുകളഴിച്ച് എൻ്റെ അമ്മ മാതാവും ഈശോയും എന്നെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുകയും ചെയ്തുവെന്ന ഈ ദൈവിക സംരക്ഷണം ആപത്ത് കാലത്ത് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ ദൈവികമായ ഇടപെടൽ കൊണ്ട് ജീവിതത്തിൻ്റെ അധ്വാനത്തെ ഫലമണിയിക്കുന്ന അമ്മയുടെയും ഈശോയുടെയും പ്രത്യേകമായ സഹായം, അതാണ് മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത്. മകൾക്ക് ലഭിച്ച CA എന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രൊഫഷന്, അതിൻ്റെ പഠനപടികളിൽ ലഭിച്ച മുഴുവൻ സംരക്ഷണത്തിന്, പരീക്ഷാ നേരങ്ങളിൽ ലഭിച്ച പ്രത്യേകമായ സഹായത്തിന് ഉടമ്പടി നേർച്ചവസ്തുക്കൾ വിശ്വസ്തയോടെ ഉപയോഗിക്കുകയും അത് ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പരീക്ഷകൾ എഴുതുവാനായി മകൾ പോകുമ്പോൾ ആ ഓരോ തവണയും അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം, സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് പരീക്ഷ എഴുതി വിജയിക്കുവാൻ അമ്മയും ഈശോയും നൽകിയ സവിശേഷമായ സഹായത്തിന് പ്രത്യേകമാവിധം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരീക്ഷകളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പഠിക്കുന്ന മക്കളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് അമ്മ മാതാവിനും ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.